കഴിഞ്ഞ 2 ദിവസങ്ങളായി വലിയ ചർച്ചാ വിഷയമാണ് ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ വിഷയം. നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്ന കേസിൽ ബോച്ചയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്ന് വീണ്ടും വൈദ്യപരിശോധന നടത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെയാണ് ബോച്ചയെ അറസ്റ്റ് ചെയ്തത്. വിവരങ്ങൾ സുധീഷ് ഗോപാലും ജിജീഷും നൽകും. ജിജീഷ്, എന്തുകൊണ്ട് ഇന്ന് വീണ്ടും വൈദ്യുത പരിശോധന നടത്തുന്നു? ഇന്നലെ നടത്തിയിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. കൃഷ്ണ, അതൊരു പോലീസ് വ്യക്തമാക്കുന്നത് സാധാരണ നടപടിക്രമങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇത്. കാരണം ഇന്നലെ കൊണ്ടുവന്നതിന് ശേഷം ഇന്നലെയുള്ള വൈദ്യപരിശോധനയായിരുന്നു പൂർത്തിയായത്. ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കുമ്പോൾ തുടർച്ചയായി 2ാം ദിവസത്തെ വൈദ്യപരിശോധനയാണ്. ഇന്ന് പുലർച്ചെ തന്നെ തിരക്കൊഴിഞ്ഞ നേരത്തെ അല്ലെങ്കിൽ മറ്റു സാധാരണ നിലയിൽ കൂടുതൽ വൈകുന്തോറും മറ്റു ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ബോബി ചെമ്മണ്ണൂരിനുമായി ബന്ധപ്പെട്ട ആളുകൾ എല്ലാം തന്നെ ഈ ഒരു വാർത്ത സശ്രദ്ധം വീക്ഷിക്കുന്ന നാട്ടുകാർ അവരെല്ലാവരും കൂടും. വലിയൊരു തിരക്ക് എല്ലാം ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടി തന്നെയാണ് തിരക്കുറഞ്ഞ സമയത്ത് വീണ്ടും വൈദ്യപരിശോധന പൂർത്തിയാക്കിയത്. സ്വാഭാവികമായും വൈദ്യപരിശോധനയ്ക്ക് നിശ്ചിത മണിക്കൂറുകൾക്ക് ശേഷം കോടതിയിൽ പ്രതിയെ ഹാജരാക്കേണ്ടതുണ്ട്. അത്തരം നടപടികൾ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പ്രതിയെ കസ്റ്റഡിയിൽ വെക്കുമ്പോഴുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. അതിനുശേഷം 11 മണിയോടുകൂടി തന്നെ കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. ഇതിനിടയിൽ ബോബി ചെമ്മണ്ണൂർ പോലീസിന് നൽകിയ ചില പ്രധാനപ്പെട്ട മൊഴികൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അത് തൻ്റെ ഭാഗം പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തുടക്കത്തിൽ ഇന്നലെ തന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോഴാണെങ്കിലും തിരിച്ച് വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് ഇവിടെ ഈ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്ന സമയത്താണെങ്കിലും എല്ലാം തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ശരീരഭാഷ്യം എന്ന് പറയുന്നത് തനിക്ക് യാതൊരു കൂസലുമില്ല, തന്നെ ഇതിൽ ഒരു കുറ്റക്കാരനല്ല, തന്നെ യാതൊരു തരത്തിലും തെറ്റുകാരനല്ല, അത്തരത്തിലുള്ള ഒരാളെയാണ് കസ്റ്റഡിയിലെടുത്തത് എന്ന രീതിയിൽ തന്നെയായിരുന്നു. അതുതന്നെയാണ് മൊഴിയിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. തൻ്റേത് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള ഒരു അധിക്ഷേപമില്ല. പെട്ടെന്നുള്ള ആ ഒരു ചടങ്ങിനിടയിൽ സാങ്കല്പികമായ അല്ലെങ്കിൽ സന്ദർഭവശാലെല്ലാം തന്നെ അത്തരം കാര്യങ്ങൾ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞു പോയ ഒരു കാര്യം മാത്രമാണ്. മുൻകൂട്ടി നടിയെ ഏതെങ്കിലും തരത്തിൽ അധിക്ഷേപിക്കണമെന്നോ ലൈംഗിക ചുവയോടെ സംസാരിക്കണമോ എന്ന യാതൊരു തരത്തിലുള്ള ഉദ്ദേശവും തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. വിവാദ പരാമർശം പറഞ്ഞത് ആ വേദിയിൽ മാത്രമാണ്. നടിയുടെ പരാതിയിൽ പറയുന്നത് പിന്നീട് പലയിടത്തും അത് ആവർത്തിച്ചു. തുടർന്നാണ് മറ്റ് ആളുകൾ കൂടി തനിക്കെതിരെ ലൈംഗിക ചുവയോടെയും അശ്ലീല പരാമർശങ്ങളും എല്ലാം ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനെല്ലാം തന്നെ തുടക്കം കുറിച്ചത് ബോബി ചെമ്മണ്ണൂരാണെന്നൊരു പരാതിയിൽ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ അത് തെറ്റാണ് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 4 മാസം മുമ്പ് നടന്ന ഒരു സംഭവത്തിലാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അതിൽ പൊരുത്തക്കേടുകളുണ്ട് എന്ന കാര്യം കൂടി ബോബി ചെമ്മണ്ണൂർ വിശദമായ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരിക്കുന്നു. ഇന്നലെ 7 മണിയോടുകൂടി ഇവിടെ എത്തിച്ചതിന് ശേഷം പോലീസ് മെഡിക്കൽ പരിശോധന 11:30 മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നത് വരെയുള്ള സമയത്ത് ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാക്കിയിരുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്? അത് വൈരാഗ്യ ബുദ്ധിയോടുകൂടി തന്നെയുള്ളൊരു പരാമർശമായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ ചില ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്നതിൻ്റെ ഒരു വൈരാഗ്യത്തിലായിരുന്നോ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് എന്നതടക്കമുള്ള, ഹണി റോസ് പറഞ്ഞത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും തിരക്കിയത്. എന്നാൽ അതെല്ലാം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു മൊഴികളാണ് ബോബി ചെമ്മണ്ണൂർ നൽകിയത്. 4 മാസം മുമ്പ് നടന്ന സംഭവത്തിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പരാതിയിൽ തനിക്ക് ചില സംശയങ്ങളുണ്ട് എന്ന കാര്യവും കസ്റ്റഡിയിലെടുത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ മൊബൈൽ ഫോൺ പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഐഫോൺ ആണ് കസ്റ്റഡിയിൽ എടുത്തത്. ആ ഫോൺ ഇന്ന് കോടതിയിൽ ഹാജരാക്കി വിശദമായി സൈബർ പരിശോധനയ്ക്ക് കൂടി അന്വേഷണ സംഘം വിധേയമാക്കുന്നുണ്ട്. കാരണം ഈ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെയാണോ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അവഹേളന പരാമർശങ്ങൾ തുടർച്ചയായി പോസ്റ്റുകളെല്ലാം തന്നെ നടത്തിയിരുന്നത് എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ആ ഒരു ചടങ്ങിൽ വെച്ച് മോശം പരാമർശമുണ്ടായി. പിന്നീട് പല ഘട്ടങ്ങളിലും ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായി എന്ന കാര്യം തന്നെയാണ് നടി മൊഴിയിൽ പോലീസിന് നൽകിയ മൊഴിയിലെല്ലാം തന്നെ വിശദമായി സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലും ഒരു ചോദ്യം ചെയ്യൽ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. വിശദമായി തന്നെ ACPയുടെ നേതൃത്വത്തിൽ വിശദമായി തന്നെയാണ് ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇന്നലെ പോലീസ് അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നു എന്ന രീതിയിൽ പോലീസിൻ്റെ നീക്കങ്ങൾ ഇന്നലെയാണ് ഉണ്ടായത്. വയനാട്ടിലെ മേപ്പടിയിൽ ഉള്ള ബോബി ചെമ്മണ്ണൂരിൻ്റെ തന്നെ എസ്റ്റേറ്റിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു. 7 മണിക്ക് ശേഷം ഇവിടെ അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. ആദ്യം കസ്റ്റഡിയിലെടുത്തതിന് ശേഷം കസ്റ്റഡിയിലെടുക്കുന്നതിന് മുമ്പായി ബോബി ചെമ്മണ്ണൂർ അയൽ സംസ്ഥാനത്തേക്ക് കടക്കാനും അവിടെ നിന്ന് വിദേശത്തേക്ക് പോകാനും എല്ലാമുള്ളൊരു സാധ്യത പോലീസ് നേരത്തെ തന്നെ മുൻകൂട്ടി കാണുകയും ചെയ്തിരുന്നു. അതിനുശേഷം നിയമ നടപടികൾ പുരാണത്തിലെ കാര്യങ്ങളാണ്, താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന്
തന്നെയാണ് വീണ്ടും ആവർത്തിച്ചു പറയുന്നത്. മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴിയിലടക്കം ബോബി ചെമ്മണ്ണൂർ ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയോ എന്നുള്ള കാര്യം നമുക്കിനി അറിയേണ്ടതുണ്ട്.